ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. ബിക്കോസ് നമ്മൾ ഒരു ടോക്സിക് എൻവയോൺമെന്റ് എന്ന് പറയാൻ ഒരാൾക്ക് തേർഡ് പാർട്ടിക്ക് വന്ന് നോക്കി പറയാൻ ഇതായിരിക്കും. പക്ഷെ നമ്മുടെ ഒരുപാട് ഇമോഷൻസ് ഇൻവെസ്റ്റ് ചെയ്തൊരു സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് ഈ വിട്ടുപോരാനൊക്കെ ഭയങ്കര ഒരുപാട് കമ്മിറ്റ്മെന്റ്സ്. നമ്മളൊക്കെ ഇമോഷണൽ ബീങ്സ് ആണ്. നമ്മുടെ പല കാര്യങ്ങളിലും വൾണറബിൾ ആയിട്ടായിരിക്കും പല സാഹചര്യങ്ങളിലും നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. പല സൊസൈറ്റീനെ ചിന്തിച്ചിട്ട് എന്റെ ഒരു ആത്മാർത്ഥത, എന്റെ ഒരു എന്നാലും എന്റെ ഒരു ബെസ്റ്റ് അല്ലേ ഞാൻ കൊടുത്ത്, ഇങ്ങനത്തെയൊക്കെ പല കാര്യങ്ങൾ വിചാരിച്ചിട്ടായിരിക്കും വർക്കിലാണെങ്കിലും കേട്ടോ. ഇപ്പൊ ഒരു ജോലിക്ക് പോവാണെങ്കിൽ അവിടെ ഞാൻ എന്റെ ഏറ്റവും ആഗ്രഹിച്ച ജോലിയാണെങ്കിലും അത് എന്നെ ഭയങ്കരമായിട്ട് തളർത്തുകയാണെങ്കിൽ വി ഹാവ് ടു ബി സ്ട്രോങ് ഇനഫ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ടോക്സിക് എൻവയോൺമെന്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ നിന്ന് വിടാനേ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയയെ ബോധിപ്പിച്ചു മാത്രമേ ജീവിക്കാവൂ എന്ന അലിഖിത പോളിസി സമൂഹത്തിൽ നിലനിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അത് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ചേച്ചിയായിട്ട് ഞങ്ങൾ ഉണ്ടാവുന്ന ഒരു കോൺവെർസേഷനാണ്. അതായത് ചേച്ചിയുടെ ഓൺലൈൻ ഇതിനകത്തൂടെ വന്നിട്ട് എപ്പോഴും എന്ത് വന്നാലും ഹാപ്പി ആയിട്ടുള്ള പോസ്റ്റേ ഇടുള്ളൂ. പക്ഷെ ഐ ഓൾവേസ് ടെല്ലർ, ഇഫ് യു ആർ എന്തെങ്കിലും ഒരു റോങ് റൂമറോ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യണം. എന്നിട്ട് ഇപ്പൊ സത്യം പറയണം, വളരെ ജെനുവിൻ ആയിട്ട്. ഇപ്പൊ ഞാൻ റീസെന്റ് വേറെ ഇടത്തിൽ ഞാനത് പറഞ്ഞായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഭയങ്കര നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, ഈ ഒരു ഇമേജ് മാത്രം പുറത്ത് കാണിച്ചാൽ ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടും. പക്ഷെ നമ്മൾ വളരെ ജെന്യുവൻ ആയിട്ട് നമ്മുടെ നമ്മൾ പാളിയ ഡെസിഷൻസ് ആണെങ്കിലും നമ്മുടെ എന്തെങ്കിലും നിലപാടുകളാണെങ്കിലും വന്ന് പച്ചയ്ക്ക് പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര വിമർശനമായിരിക്കും. നേരെ മറിച്ച് ഒരു പ്രശ്നം ഉണ്ടായതിന്റെ തൊട്ട് പറയാം, നമ്മളൊരു 10-20 വീഡിയോ ചെയ്യാണ് നന്മ കാണിച്ചുകൊണ്ട്, യു ആർ സോർട്ടഡ്, ഇറ്റ്സ് എ ഗുഡ് പേഴ്സൺ, അയ്യോ ഇയാളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യോ, അയ്യോ പാവം, അങ്ങനെ ചിന്തിക്കുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയനെ ബോധിപ്പിച്ചത് തന്നെയാണ് ഇനിയുള്ള ജനറേഷൻ ഇതിനകത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ, ഈ ലൈം ലൈറ്റ് അല്ലെങ്കിൽ ഈ ഷോബസിലേക്ക് ഇറങ്ങുവാണെങ്കിൽ ഇനിയുള്ള ജനറേഷൻ എങ്ങനെ സോഷ്യൽ മീഡിയക്ക് കേറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രോപ്പർ PR വർക്ക് ഇതെന്താന്ന് പഠിച്ചിട്ട് ഇറങ്ങുക. അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ ജെനുവൻ ആയിട്ട് നിന്നുകൊണ്ട് പഴയ കാലത്തൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്താണോ അങ്ങനെ നിൽക്കുക. ഇനി അതൊന്നും നടക്കില്ല. ഇത്രയും സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ടും ഒരു വീട്ടില് 5 വയസ്സുള്ള കുട്ടി തൊട്ട് 55 വയസ്സുള്ള അമ്മയുടെ കയ്യിൽ വരെയും ഫോണുള്ള സമയത്ത് ഇത്രയും ആൾക്കാരെ ഒരേപോലെ അവർക്ക് മനസ്സിലാവുന്ന ഒറ്റ ഭാഷ ഉണ്ടാവുള്ളൂ, നന്മ. ഈ നന്മ മാക്സിമം കാണിച്ചുകൊണ്ട് എത്ര ഉഡായിപ്പാണെങ്കിലും നിങ്ങൾ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഐ ഹവ് ഓൾവേസ് ഫെൽ സോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജെനുവിനിറ്റിയേക്കാൾ കൂടുതൽ ബിൽഡ് എൻ ഇമേജ്. ഒരു ഫേക്ക് ഫേസ് വേണം അപ്പോ. ആബ്സല്യൂട്ട്ലി. കാരണം ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കേസിൽ ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ നിന്ന് സംസാരിച്ചിട്ട് എന്ത് മാത്രം ഹേറ്റ് ഉണ്ടായത്. എന്നാൽ ഞാൻ ഈ പറയുന്ന ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്ത് ഉപദ്രവിച്ചിട്ടുണ്ടോ? ഐ ഹാവന്റ്. മൈ സിസ്റ്റർ ഹാസ് നോട്ട്. അപ്പം അതിനകത്തുള്ള കാര്യം. നേരെ മറിച്ച് ഞാൻ ഒരുപാട് ഇപ്പം ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യമല്ല പറയുന്നത്, ഞാൻ ഒരുപാട് പേരെ എനിക്ക് പേഴ്സണൽ ലൈഫിൽ ലോക കള്ളന്മാരായിട്ടുള്ളവരെ അറിയാം. പക്ഷെ അവരൊക്കെ ഭയങ്കര നല്ല ഇമേജ് കൊണ്ടു നടക്കുന്ന ആൾക്കാർ. കള്ളന്മാര് മാത്രമല്ല കള്ളികളും ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കൊക്കെ മീഡിയയിൽ അവരുടെ പ്രൊഫൈല് കയറിയ നന്മ മാത്രമേ ഉള്ളൂ. കളിക്കാൻ അറിയാം അവർക്ക്. ദാറ്റ് തിങ് വി ഹാവ് ടു ഒന്നല്ലെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ ഇന്ന് മാറിയിക്കുക, അല്ലെങ്കിൽ 3 ഓപ്ഷനേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ കള്ളത്തരം കാണിച്ച് നിൽക്കാറിയ, അല്ലെങ്കിൽ ഒരു പുതിയൊരു പേഴ്സോണ ബിൽഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തോണ്ട് മുമ്പോട്ട് പോവുക. അപ്പൊ ഞങ്ങൾ ആ 3ാമത്തേല് കുറെ കാലമായിട്ട് അങ്ങനെ. പിന്നെ ഞങ്ങൾ ഒരു കള്ളത്തരം കാണിച്ച് തുടങ്ങിയിട്ടും കാര്യമില്ല, അത് ഏക്കില്ല. അപ്പൊ നമ്മൾ ട്രൈ പോലും ചെയ്യുന്നില്ല. അപ്പൊ ശരിക്കും കളിക്കാൻ അറിയാവുന്നവർ മാത്രം ഇറങ്ങേണ്ട ഒരു ശരിയല്ല. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ചേച്ചിക്ക് തോന്നുന്നു. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ കലിയുഗം. ഇവിടെ വേറെ ഗെയിംസാ അതിന്റെ ഒപ്പം. ഞാൻ ഒന്നാമതൊരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല, ഇതൊക്കെ കൂടെ കേൾക്കുമ്പോ നമുക്കൊക്കെ ഒരു രീതിയിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വേറെ ടൈപ്പ് ഒരു ലോകം തന്നെയാണ് ഇപ്പൊ ഇതെന്ന് പറയണത്. ബാപ്രേ. എന്നെങ്കിലും നിങ്ങളെ എല്ലാവർക്കും മനസ്സിലാകും എന്ന വിശ്വാസത്തിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ അതാണ് ഞങ്ങളുടെ ആ ഒരു വേർഡ് ഉണ്ടല്ലോ, ഹോപ്പ്. കാരണം നമ്മുടെ ഉള്ളില് എപ്പോഴും പറയും, സത്യം എന്തൊക്കെ വെച്ച് അടച്ചു വെച്ചാലും അത് പുറത്തു വരും. അതുപോലെ ഒരു ഡയമണ്ട് എത്ര അഴുക്കിനടിയിലിട്ടാലും നമ്മൾ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റിൽ ഷൈൻ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മയൊക്കെ ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോൾ അവർ പറയുന്നത്, നമുക്കൊരു ദിവസം വരും, ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ്. അത് പറയുമ്പോൾ എനിക്ക് ഇമോഷനാവും. വെയിറ്റ് ഫോർ ദാറ്റ് ഡേ ആൻഡ് വിൽ വെയിറ്റ്. അത് ഇത്രയും ഡീപ്പായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അത് കയ്യിൽ നിന്ന് പോയതാ. ഇല്ല, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അബ്രാമി. ആ ഒരു ഇപ്പൊ ഞാനും ഇത്ര പുറമേ നല്ല ഇത്ര നാളും നിങ്ങളുടെ പ്രോബ്ലംസ് കണ്ടുവരുന്നത്. ഇപ്പം when I'm talking to you,
ഇത് ആ ഒരു ഇതിനോട് പറയുമ്പോ ഇത് എനിക്ക് അഭിരാമി എത്ര ചിരിച്ചോണ്ടാണ് പറയുന്നെങ്കിലും എനിക്ക് ആ ഉള്ളിൽ നിന്ന് അതിന്റെ ആ ഒരു മാസ്ക് ഇച്ചിരി പൊട്ടിപ്പോന്നു അതാ കരഞ്ഞ്. ഇവർ എന്റെയും കണ്ടെന്ന് അറിയണു. നമുക്ക് ആ ഒരു പെയിൻ ശരിക്കും നമുക്കത് മനസ്സിലാവും. നിങ്ങള് നോയിങ്ലി അൺനോയിങ്ലിയും എന്തൊക്കെയല്ലേ നിങ്ങളത്. അപ്പൊ അതെന്തായാലും അത് ഒരു സമയം ഇപ്പൊ എന്തായാലും ഞങ്ങളുടെ അച്ഛൻ മുകളിലും ഉണ്ട്. സോ പുള്ളി അവിടെ നിന്ന് ഗെയിംസ് കളിച്ചോളും. ഞങ്ങൾക്ക് കളിക്കാൻ പറ്റാത്ത ഗെയിംസ് ഹീൽ ഡു ഇറ്റ് ഫോർ അസ്. അപ്പോൾ വി ഡു ബിലീവ്. അതായത് ഇത് മാത്രമല്ല, ഈ പറയുന്ന ചേച്ചിയുടെ പ്രീവിയസ് മാരേജിന്റെ കാര്യം മാത്രമല്ല, ഓൾ ടുഗെദർ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാത്ത വളരെ ജെന്യുവൻ ആയിട്ട് നിന്നിട്ടുള്ള ആൾക്കാരാണെന്ന് ഒരു പോയിന്റിൽ പ്രൂവ് ആവും. വിൽ വെയിറ്റ് ഫോർ ദാറ്റ്. വി ഹാവ് ടു. കാരണം പാപ്പു എന്ന് പറയുന്ന ഒരാളുടെ മുമ്പിൽ ഞങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കാനുണ്ട്. പിന്നെ ആ കുഞ്ഞിന്റെ ഒരു പ്രയാസം ദൈവം ഞങ്ങളുടെയൊക്കെ പിന്നെയും പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഈ പറയുന്ന ഒരു എനർജിയൊക്കെ മുകളിലുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ഒരു സാധനം കാണാതിരിക്കില്ല. അപ്പം ദാറ്റ് ഡേ വിൽ കം ഫോർ ഷുവർ.